ഏറ്റവും പുതിയ ദൈവശാസ്ത്ര ചിന്തയനുസരിച്ച് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളല്ല മറിച്ച് അപൂർണതകളെ പൂർണ്ണതകളാക്കുകയാണ്. ഈശോ ചെയ്ത അത്ഭുതങ്ങളെല്ലാം നമുക്കറിയാം. കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കുന്നു, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുന്നു, മരണമടഞ്ഞവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. എല്ലാ അത്ഭുതങ്ങളും അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയയപ്പായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യർ അനുഭവിച്ചിരുന്ന സങ്കടങ്ങൾ അതെല്ലാം അപൂർണതകളായിരുന്നു. ഈ അപൂർണതകളെ ഇല്ലാതാക്കി അവരെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈശോ ചെയ്ത ഓരോ അത്ഭുതങ്ങളും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനാവശ്യമായതെല്ലാം നൽകി പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുകയും നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ദൈവം ഈ പരിപൂർണതയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. മരണവും ഒരു അപൂർണതയാണ്. പാപത്തിൻ്റെ ദംശനം മൂലം മരണം സംഭവിക്കുന്നു എന്നാണല്ലോ തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുക. അതുകൊണ്ട് തന്നെ പാപം മൂലമുണ്ടായ ആ അപൂർണതയെ നിത്യതയിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ട് കർത്താവ് പരിഹരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മരണാനന്തര ജീവിതം നിത്യതയാണ് പൂർണ്ണത. നമ്മളെല്ലാം ആ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നവരാണ്. കർത്താവ് വന്നിരിക്കുന്നത് ആ പൂർണ്ണത നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിലെ ഭൗതികമായ ആകുലതകളെല്ലാം അല്പം കൂടി ക്ഷമയോടെ കാണാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയെല്ലാം ലാഘവത്തോടെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. ഇവിടെയുള്ള അപൂർണതകളെല്ലാം അവസാനിച്ച് നമ്മൾ പരിപൂർണതയിലേക്ക് കടക്കുന്ന നിമിഷമാണ് മരണം. കർത്താവ് നമ്മോട് ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ പിതാവ് ആയിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ.